ഇപ്പോൾ ഇതാ കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് പുറപ്പെടുന്നു. ഹെലികോപ്റ്റർ ഇപ്പോൾ പ്രവർത്തനം സജ്ജമായി കഴിഞ്ഞു. ഇനി ഉയർന്നു കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയവും വഹിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും സർക്കാരിന്റെ എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പുറപ്പെടുകയാണ്. എന്നാണെങ്കിലും നമ്മൾ അനവധി മണിക്കൂറുകളായി കാത്തിരുന്ന ആ നിമിഷമാണ്. ഇനി ഏകദേശം അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തും. കൊച്ചി ഹയാത്തിലേക്ക് എത്തിച്ചേരും. തൊട്ടു പിന്നാലെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കും എത്തും. അതിനു പിന്നാലെയാണ് അതിനിർണായകമായ ശസ്ത്രക്രിയ നടക്കാനൊരുങ്ങുന്നത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നു എന്നുള്ള പ്രത്യേകതകൾ കൂടി ഈ ഒരു ഹൃദയമാറ്റ പ്രക്രിയയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ കാര്യം. എന്താണെങ്കിലും എയർ ആംബുലൻസ് പറന്നുയരാൻ പോവുകയാണ്. കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിയായി 21-കാരിക്ക് നൽകുന്നത്. മറ്റവയവങ്ങളും അതുപോലെ തന്നെ ദാനം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സർക്കാരിന്റെ എയർ ആംബുലൻസ് ആണ് ഈ പുറപ്പെടാൻ ഒരുങ്ങുന്നത്. അത് മെഡിക്കൽ കോളേജിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ എയർ ആംബുലൻസ് പുറപ്പെടുന്നത്. ഏകദേശം രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ശസ്ത്രക്രിയയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപാണ് ശസ്ത്രക്രിയ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ആ കാത്തിരിപ്പിന് ഒക്കെ ഒടുവിൽ ഹൃദയം വഹിച്ചുകൊണ്ട് ഇപ്പോൾ എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റിൽ താഴെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷകളാണ് ഉള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളും തിരുവനന്തപുരത്തും അത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. കൊച്ചിയിലും ആ നിലയ്ക്ക് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹയാത്തിൽ വന്നിറങ്ങും. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിച്ചേരുന്നു. അതിനുശേഷമായിരിക്കും ചരിത്ര പ്രധാനം എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന നിർണായകമായിട്ടുള്ള ഓപ്പറേഷൻ നടക്കുക. ഇപ്പോൾ എയർ ആംബുലൻസ് പറന്നുയരാൻ പോകുന്നു. അങ്ങനെ ഹൃദയപൂർവ്വം കൊച്ചിയിലേക്ക് എത്തുകയാണ് ഷിബുവിന്റെ, കൊല്ലം സ്വദേശിയായ ഷിബുവിന്റെ ഹൃദയം. മീര മനോഹരനുണ്ട് അവിടെ നിന്ന്. മീര, അങ്ങനെ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ പറന്നുയർന്നിരിക്കുന്നു. ഇനി ഏകദേശം അരമണിക്കൂറിൽ താഴെ മാത്രം സമയം കൊച്ചിയിലേക്ക് എത്താൻ, അങ്ങനെയല്ലേ? തീർച്ചയായും സംഗീത, ഒരു 20 മിനിറ്റിനകം തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 10 മണിക്ക് ആരംഭിച്ച് 2 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ ശസ്ത്രക്രിയ നടന്നു. കൃത്യം മിനിറ്റുകൾക്കകം തന്നെ ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് അല്പം മാത്രമാണ് ദൂരമുള്ളത്. ഏതാനും മീറ്ററുകൾ മാത്രമാണ് ദൂരമുള്ളത്. കൃത്യസമയത്ത് തന്നെ വിദഗ്ധ സംഘം, മെഡിക്കൽ സംഘം അവയവങ്ങളുമായി ഇവിടെ എത്തി. അതിനുശേഷം നേരെ ഇപ്പോൾ കൊച്ചിയിലേക്ക് അല്പം മുമ്പാണ് എയർ ആംബുലൻസ് പുറപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ക്യാപ്റ്റൻ വിവേക് നായർ, ഒപ്പം ക്യാപ്റ്റൻ യശ്പാൽ സറോഹ, ഈ 2 പേരാണ് ഈ എയർ ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചരിത്രത്തിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൽ ഒരു പൊൻതൂവൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി ഒരാളുടെ ത്വക്ക് നമ്മൾ അവയവ മാറ്റത്തിലൂടെ നീക്കം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് തന്നെ അടയാളപ്പെടുത്തേണ്ടി വരും. എന്തായാലും കാര്യങ്ങളൊക്കെയും നേരത്തെ ഡോക്ടർമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയത്ത് നടന്നു. 10 മണിക്ക് ശസ്ത്രക്രിയ ആരംഭിച്ചു, 2 മണിക്ക് അവസാനിച്ചു. ഉടൻ തന്നെ മിനിറ്റുകൾക്കകം തന്നെ ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് അവയവങ്ങളുമായി ഈ ഡോക്ടർമാരെത്തി ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. ഒരു 30 മിനിറ്റിൽ കുറവ് സമയത്തിനകം തന്നെ കൊച്ചിയിലേക്ക്, ഹൈസിന്ദിലേക്ക് എത്തും. അതിനുശേഷം എറണാകുളത്തെ, ചരിത്രത്തിന്റെ ഭാഗമാവാൻ പോകുന്ന എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയ നടക്കും. ശരി മീര, എന്താണെങ്കിലും അരമണിക്കൂറിനുള്ളിൽ തന്നെ, അത് മീര സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂറിനുള്ളിൽ കൊച്ചി ഹയാത്തിലേക്ക് ഈ ഹെലികോപ്റ്റർ എത്തിച്ചേരും. അവിടെ നിന്ന് അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ, അവിടെയുള്ള സജ്ജീകരണങ്ങൾ ഏത് നിലയ്ക്കാണ്? ഇപ്പോൾ ഹെലികോപ്റ്റർ പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമല്ലേ?
സംഗീത തീർച്ചയായും കൊച്ചിയിലെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള എയർ ആംബുലൻസ് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിന്റെ ഈ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് ആ ഹൃദയവുമായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോകാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസുകൾ ഇവിടെ സജ്ജമായി എത്തിയിട്ടുണ്ട്. കൂടാതെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ 2 ആംബുലൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഇത്തരത്തിൽ ഹൃദയവുമായി എയർ ആംബുലൻസ് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്കിറങ്ങി നേരെ ഗോശ്രീ പാലം വഴി കയറി ഹൈക്കോടതി ജംഗ്ഷനിൽ ചെന്ന് നേരെ മേനക വഴി നേരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഏകദേശം 3.9 കിലോമീറ്റർ ദൂരം മാത്രമാണ് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് ഈ ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. സ്വാഭാവികമായും ഇടറോഡുകൾ നിറയെയുള്ള വഴികളോ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ തന്നെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. വാഹനങ്ങൾ കടത്തി വിടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് എയർ ആംബുലൻസ് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വാഹനം കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വഴികളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹെലിപ്പാഡ്, അതായത് ഈ കാണുന്ന ഹെലിപ്പാഡിലേക്കാണ് ഇത്തരത്തിൽ ഈ എയർ ആംബുലൻസ് വന്നിറങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഏകദേശം അരമണിക്കൂർ മാത്രം മതിയാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഹൃദയവുമായുള്ള ആംബുലൻസ് ഇവിടെ നിന്ന് നേരെ ജനറൽ ആശുപത്രി ലക്ഷ്യമാക്കി കുതിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ 1 വർഷം മുൻപ് തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണമെല്ലാം തന്നെ ഒരുക്കിയതാണ്. സ്വാഭാവികമായി പക്ഷേ ആ സമയത്ത് ഈ ഹൃദയം സ്വീകരിക്കുന്ന നേപ്പാൾ സ്വദേശിയായ 21 വയസ്സുകാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അത് പ്രധാനമായും കേന്ദ്രത്തിന്റെ ചില നിയമങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് 2:30യോടുകൂടി എയർ ആംബുലൻസ് എത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയ്ക്ക് തന്നെ അങ്ങോട്ടേക്ക് തിരികെ എത്താം.